ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന വിട്ടുമാറാത്ത കൃമിശല്യം, ചൊറിച്ചിൽ, അതേപോലെ തന്നെ മുതിർന്നവരിൽ കാണുന്ന ബ്ലഡ് പ്രഷർ, ഇത് രണ്ടും അകറ്റാനായിട്ട് ഒരേപോലെ സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 വെളുത്തുള്ളി അല്ലിയാണ്. അപ്പം ഞാനിതൊന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ എല്ലാം അടുക്കളയിലുള്ള ഒരു സുപ്രധാന ചേരുവയാണ് നമ്മുടെ ഈ വെളുത്തുള്ളി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് കറി വെക്കാനാണെങ്കിലും നമ്മൾ 1-2 വെളുത്തുള്ളിയെങ്കിലും ഇടും അല്ലേ. ഗ്യാസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രുചി കൂട്ടാൻ മാത്രമല്ല, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഔഷധമായിട്ട് കൂടി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതിൽ ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, കെ, ഫോളേറ്റ്, നിയാസിൻ, തയാമിൻ എന്നിവയും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്, ആരോഗ്യ ഗുണങ്ങളുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചാണ് എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ 3 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3 എണ്ണമാണ് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടത്. ഇപ്പോൾ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി കേട്ടോ. അത് വെളുത്തുള്ളിയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്താൽ മതി. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പശുവിൻ പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ സത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പാലിലേക്ക് ലയിച്ച് ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം തിളപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിള്ളേർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, കുട്ടികൾക്ക് കൃമിശല്യത്തിന് പ്രശ്നങ്ങൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് മാത്രമായിട്ട് കുടിക്കാൻ പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യരുത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ചേർക്കാം, ഒരല്പം കൽക്കണ്ടം ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്ത് തന്നെ ഉണ്ടാക്കണം. ഇതൊന്നും ആഡ് ചെയ്യാതെ കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ആ കൃമിശല്യത്തിൻ്റെ ആ ബുദ്ധിമുട്ട് മാറുന്നവരെ 2-3 ദിവസം അടുപ്പിച്ച് നമ്മളിത് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അവർ സാധാരണ പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന പാലിൽ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ കൊടുത്താൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ 1 വെളുത്തുള്ളിയൊക്കെ, കൂടുതൽ വേണ്ട, 1 വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ ഒരു റെമഡി നമ്മുടെ നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഹോം റെമഡീസ് ഇടുമ്പോൾ പറയും ഇത് ഗൾഫിൽ കിട്ടത്തില്ലല്ലോ. പക്ഷേ ഇതെല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ വെളുത്തുള്ളിയും പാലും. സിമ്പിളായിട്ട് നമുക്ക് ഏത് സ്ഥലത്തുള്ളവർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ഔഷധം വിശപ്പില്ലായ്മ, ദഹനക്കേട്, ഗ്യാസ്, നീർക്കെട്ട്, അതുപോലെ തന്നെ നടുവേദന, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. ഹൈ BP-യുടെ മരുന്ന് കഴിക്കുന്നവർ അത് ശ്രദ്ധിച്ച് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓൾറെഡി നമ്മൾ അതിനുള്ള മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ വീണ്ടും BP കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ BP കുറഞ്ഞു പോകും. അക്കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് എന്നുള്ള 1 ഗ്ലാസ്സായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി കുറവെന്നുള്ളത്. അതിൻ്റെ ചുമ, പനി പ്രശ്നങ്ങളൊക്കെ കൂടെ വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടാനും നമ്മൾ ഈ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്. പലർക്കും ഡയറക്റ്റ് പച്ചയ്ക്ക് കഴിച്ചാൽ അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാകും. വെറും വയറ്റ് കഴിച്ചാലും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി കുടിക്കുന്നതെങ്കിൽ അങ്ങനത്തെ അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മൈഗ്രെയിൻ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ജലദോഷം, തുമ്മൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് മൂക്കടപ്പ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ
ഇതുപോലുള്ള വെളുത്തുള്ളി പാല് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ BP കുറയ്ക്കാനൊക്കെ ആയിട്ട് വെളുത്തുള്ളി ഇനിയും പല രീതിയിൽ സിമ്പിളായിട്ട് പാല് പോലെ ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളിതുപോലുള്ള ടിപ്സുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു അറിവായി തീരും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ചിലവ് കുറഞ്ഞ ഈ ഒരു രീതി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.